ലോകത്തെ എല്ലാ അധികാര കേന്ദ്രങ്ങളെയും കടപുഴക്കിയിട്ടുള്ളത് യുവരോഷമാണ്. നമ്മൾ ഈ യുവരോഷം എന്ന് പറയുമ്പോൾ യൂണിഫോം ഇട്ട സ്കൂൾ കുട്ടികളടക്കം തെരുവിലാണ്. ആ തരത്തിലാണ് ആ പ്രക്ഷോഭത്തെ നമ്മൾ കാണേണ്ടത്. ഇന്നലെ ഈ നേരത്ത് ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്ന സമയത്താണ് നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ ഒരു സർക്കാരിനെ വീഴ്ത്തുന്ന തരത്തിലേക്ക് രണ്ടാം ദിവസം ആ പ്രക്ഷോഭം മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതാണോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നാണ് പരിശോധിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഈ ജെൻസി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്ന ശേഷം ജനിച്ച ആളുകളാണ്. അവർക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിലൂടെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത പരദൂഷണം സംസാരിക്കുകയല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നു. സർക്കാരിൻ്റെ അഴിമതി, കെടുകാര്യസ്ഥത, ഈ പ്രധാനപ്പെട്ട മന്ത്രിമന്ദിരങ്ങൾ, അവരുടെ ആർഭാട ജീവിതം, അവരുടെ വാഹനങ്ങൾ, ഇതൊക്കെ തന്നെയും ഇവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയായിരുന്നു. അത് നിപ്പോ ബോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സമൂഹമാധ്യമത്തിൽ ട്രെൻഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിലൂടെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുഴുവൻ കാര്യങ്ങളും മന്ത്രിമാരുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത്. അതങ്ങനെ ശക്തമായി പടരുകയായിരുന്നു.